ഇതെന്താ ഇവിടെ ഒരു മീറ്റിംഗ്? ആരെങ്കിലും തട്ടിപ്പോയാ? നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. ആര്? ഇവിടുത്തെ കമ്മിറ്റി. എന്തിന്? നീ കാരണം മാനമര്യാദയ്ക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. കലണ്ടർ എന്ന സിനിമയിൽ മുകേഷിനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോഴും പുള്ളിക്കാരന്റെ ഈ ഒരു ഇൻട്രസ്റ്റ് പുള്ളിക്കാരൻ വെളിപ്പെടുത്തിയിരുന്നു. അവരൊക്കെ കേൾക്കട്ടെ, സത്യം എന്താണെന്ന് അവരറിയട്ടെ. നിങ്ങൾ ചെയ്ത വൃത്തിയുടെകളൊക്കെ ഇവിടെ എല്ലാവരും അറിയട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നാടകമേ ഉലകം എന്ന സിനിമയിൽ പുള്ളിക്കാരൻ വന്നു. അവിടെ ഇപ്പം ഈ പുള്ളിയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ, നീ ആർക്കും കൊടുക്കത്തില്ലല്ലോ, കൊടുക്കണ്ട. ശ്രീകുമാറോ? അവൻ ശ്രീകുമാറല്ല, സ്ത്രീകുമാർ. ചെന്നൈയിൽ വരുമ്പോൾ ഹോട്ടലിലൊക്കെ എന്നെ വിളിക്കാറുണ്ട്. മിനുവാ ലെറ്റ്സ് ഹാവ് എ ഡിന്നർ എന്നൊക്കെ പറഞ്ഞ് പുള്ളി വിളിക്കുക. അപ്പോഴൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമായിരുന്നു, ഞാൻ സ്റ്റെപ്പ് കയറി വരുമായിരുന്നു. അപ്പോൾ പുറകെ പുള്ളിയും വന്ന് ഡോറെ കൊട്ടി. ഡോറെ കൊട്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്താ ഇവിടെ സിനിമ ലോകം തന്നെ കുറച്ച് അറിയത്തില്ല, ഇതെന്താ ഇങ്ങനെയൊക്കെ കിടന്ന്, എങ്ങനെ ഈ പരുക്കും സ്വഭാവമൊക്കെ എന്താ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചു. ഇപ്പൊ എന്റെ കാര്യം നോക്ക്, സമാജം പ്രസിഡന്റായിട്ട് വിലസുമല്ലേ. കമ്മിറ്റിയിൽ മൊത്തം 4 ആണുങ്ങളും 8 പെണ്ണുങ്ങളുമാ. എപ്പോഴും മീറ്റിംഗ് ആടേ, ഞാൻ തന്നെ അറേഞ്ച് ചെയ്യുന്നത്. എനിക്കറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ്, അവരിപ്പോൾ ഫീൽഡിലില്ല, അവർ ഫിലിമിലുണ്ടായിരുന്നു. അവരുടെ മദറിൻ്റെ അടുത്ത് മിസ്റ്റർ മുകേഷ് മിസ്ബിഹേവ് ചെയ്തു. ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ ചെന്ന് പുള്ളിക്കാരോട് മിസ്ബിഹേവ് ചെയ്തു. അവരടിച്ചു പിടിച്ച് പുറത്താക്കി. ഇന്ന് എന്റെ ഭാര്യ, നാളെ നിങ്ങളുടെ പെങ്ങള്, അങ്ങനെ പെണ്ണുങ്ങൾ ഉള്ളിടത്തൊക്കെ കയറും. അല്ല, അത് അവര്